19കാരൻ ഉദയകുമാർ ഒറ്റയ്ക്ക് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്ന് പറയുമ്പോഴും ഒരാളുടെ സാന്നിധ്യം കൂടി പോലീസ് സംശയിച്ചിരുന്നു. പക്ഷേ സ്ഥിരീകരിക്കാൻ തക്ക തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല. ഇന്നിപ്പോൾ പാലക്കാട് വടകരപ്പതിയിൽ മൂക്കുത്തിക്ക് വേണ്ടി വയോധികയെ തലയ്ക്കടിച്ചു കൊന്ന കേസിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. പ്രദേശവാസിയായ മറ്റൊരു 17കാരനെയാണ് പ്രതി ചേർത്തത്. ഇയാൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ജൂൺ 10 കാണാതായ സരസാൽ എവിടെയെന്ന അന്വേഷണം എത്തി നിന്നത് അയൽവാസി ഉദയകുമാറിന്റെ വീട്ടിന് പിന്നിലെ കുഴിയിലാണ്. ഉദയകുമാർ സരസാലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഇരുമ്പോടി ഉപയോഗിച്ച് തലക്കടിച്ചു. പിന്നീട് വെട്ടുകത്തി ഉപയോഗിച്ച് കഴുത്തിൽ വെട്ടി മരണമുറപ്പാക്കി. വീടിന് സമീപത്തെ കുളിമുറിയിൽ വച്ചാണ് മൃതദേഹം കത്തിച്ചത്. പിന്നീട് വീടിന് പുറകിൽ തന്നെ കുഴിയെടുത്ത് മൂടി. ഇത്രയും കാര്യങ്ങൾ ഉദയകുമാറിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പോലീസിന് ഉറപ്പായിരുന്നു. കൊലപാതക സമയത്ത് അവിടെ മറ്റൊരാൾ കൂടി ഉണ്ടാകാമെന്ന് പോലീസ് കണക്കാക്കി. രണ്ട് ഭാഗത്തും വലിയ മൂക്കുത്തി ഉണ്ടായിരുന്നു. അതായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. പിന്നെ കുറച്ച് പൈസയുടെ കയ്യിലുണ്ടായിരുന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് പ്രതി കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. അന്വേഷണം എത്തി നിന്നത് പ്രദേശവാസിയായ ഒരു 17 വയസ്സുകാരനിലാണ്. 17കാരന് കൊലപാതക വിവരങ്ങൾ അറിയാമായിരുന്നു എന്നാണ് പോലീസ് കണക്കാക്കുന്നത്. எதனால இந்த பசங்க இப்படி பண்ணாங்கன்னு தெரியல. ஆனா இதுக்கு ஒரு நியாயம் கிடைச்சே ஆகணும். வேற வேலையே இல்ல. எப்படி இந்த வயசான அம்மாவை எப்படி இவங்க இப்படி பண்ணலாம்? വിഷയത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകി. വടകരപ്പതി സ്വദേശിനിയായ സരസാലിനെ ജൂൺ 10 മുതലാണ് കാണാതായത്. ചെറുമകൻ ഭക്ഷണവുമായി വന്നപ്പോൾ സരസാൽ വീട്ടിലുണ്ടായിരുന്നില്ല. ജൂൺ 12 വരെ കാത്തിട്ടും സരസാലിനെ കാണാതായതോടെയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകിയത്. புதன்கிழமை கொண்டு வந்து பார்த்துட்டு ஆள் இருந்துச்சு, சாப்பாடு கொடுத்தேன். வியாழக்கிழமை வந்து ஆள் இல்லை, நான் வச்சு போயிட்டு லேட் ஆச்சுன்ட்டு. வெள்ளிக்கிழமை வந்தப்போ சாப்பாடு அப்படியே இருந்துச்சு. அப்புறம் பக்கத்தில் கேட்குறப்ப யாரும் பார்க்கலின்னாங்க. அப்புறம் இவர் எனக்கு கால் பண்ணி சொல்லிச்சு, இந்த மாதிரி ஃப்ரைடே வந்தப்போ தேர்ஸ்டே வச்ச ஃபுட்டு அப்படியே இருக்குது, ஆள் இல்லை அப்படின்னு சொல்லி இவர் சொன்னோன்னா அப்புறம் நாங்கள் எங்களுக்கு அப்போ தெரிஞ்சது. அப்போ வந்து நாங்கள் പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റെല്ലാം பண்ணி ഇത് பண்ணோம். നാട്ടിലുള്ള പലരെയും പോലീസ് ചോദ്യം ചെയ്തു. ഇതിനുശേഷമാണ് 2 പേരെ പോലീസ് പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.